ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് പോളി ജോസഫ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വിശുദ്ധ കുർബാനയും ദൈവവചന പഠനവും. ദ ഹോളി മാസ് ഈസ് ദി സോഴ്സ് ആൻഡ് സബ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. CCC 1324. ഇതേ മിസ എസ്റ്റ് ഗോ ദ മാസ് ഈസ് എൻഡഡ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് മാസ് എന്ന വാക്കുണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ലോകത്തുള്ള ഒട്ടുമിക്ക മതങ്ങളിലും ബലി യാഗം ഉണ്ട്. അവിടെയെല്ലാം ബലിവസ്തു, ബലി അർപ്പകൻ വേറെ വേറെ ആളുകളായിരിക്കാം. പൂക്കളായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, കോഴിയായിരിക്കാം, ആടായിരിക്കാം. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ബലിയർപ്പകനും ബലിവസ്തുവും ഒന്നു തന്നെ, യേശുക്രിസ്തു. എന്തിനാണ് ബലിയർപ്പിക്കുന്നത്? ദൈവത്തിന്റെ പ്രീതി നേടുവാൻ. ബലിയും ആരാധനയും ഒന്നിച്ചു പോകുന്നു. ആരാധന എന്ന വാക്ക് ബൈബിളിൽ ആദ്യമായി നാം കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 5-ാം വാക്യം. തന്റെ ഏകമകനെ മോറിയ മലയിൽ ദൈവത്തിനായി അർപ്പിക്കുവാൻ പോകുമ്പോൾ താഴ്വാരത്തിൽ പണിക്കാരെ നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും മലയിൽ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാം. ആദ്യമായി ആരാധന എന്ന വാക്ക് ഉപയോഗിക്കുന്നത് പൂർവ്വപിതാവായ അബ്രഹാമാണ്. പിന്നീട് നാം പലപ്പോഴും ഈ ആരാധന എന്ന വാക്ക് കാണുന്നുണ്ട്. ഏകദേശം 100 തവണയാണ് ബൈബിളിൽ ആരാധന എന്ന വാക്ക് കാണുന്നത്. വർഷിപ്പ്, ആരാധന എന്നെല്ലാം നാം കാണുന്നു. ദൈവമായ കർത്താവ് നേരിട്ട് മോശയോട് പറയുകയാണ്, നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കും. നിങ്ങളുടെ ഇടയിൽ വന്ധ്യതയോ ഗർഭചിത്രമോ ഉണ്ടാകുകയില്ല. വിജാതരുടെ ഇടയിൽ വരുന്ന രോഗങ്ങൾ ഞാൻ മാറ്റിത്തരും. പിന്നീട് പലപ്പോഴും ദൈവമായ കർത്താവ് നേരിട്ട് ആരാധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത മോശയോട് പറയുകയാണ്. നീ നാളെ രാവിലെ ഫറവോയുടെ അടുത്ത് എന്ന് പറയണം, എൻ്റെ ജനമായ ഹെബ്രായക്കാരെ, എൻ്റെ ജനമായ ഇസ്രായേൽക്കാരെ എന്നെ ആരാധിക്കുവാൻ വിട്ടയക്കുക. ഇത് നേരിട്ടുള്ള ഒരു കമാൻഡ്മെന്റാണ് മോശയ്ക്ക് ദൈവം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മെ എല്ലാവരെയും ദൈവം ചില മേഖലകളിൽ വിട്ടയച്ചിട്ടുണ്ട്. സാമ്പത്തികമായ മേഖലയിൽ അനുഗ്രഹം തന്നുകൊണ്ട്, മക്കളെ നൽകിക്കൊണ്ട്, വാഹനം നൽകിക്കൊണ്ട്, പാർപ്പിടം നൽകിക്കൊണ്ട്, ആരോഗ്യം നൽകിക്കൊണ്ട് ദൈവം നമ്മളെ വിട്ടയച്ചിട്ട് നാം ഏത് മേഖലകളിലാണ് നമ്മളെ വിട്ടയച്ചത് ആ മേഖലകളുടെ പുറകിൽ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. മക്കളുടെ പഠനത്തിന് വേണ്ടി, അവരുടെ ട്യൂഷന് വേണ്ടി വിശുദ്ധ കുർബാന മാറ്റിവെക്കുന്ന മാതാപിതാക്കൾ, ആരോഗ്യമുള്ള ശരീരത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുവാനായി ഹെൽത്ത് റണ്ണും കാര്യങ്ങളുമായി വിശുദ്ധ കുർബാന മാറ്റിവെച്ച് ഓടി നടക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും വിധിക്കുകയല്ല. മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ കരുണയാണ് എല്ലാത്തിനും പ്രധാനം. റോമർ 9:16. നാം എത്രമാത്രം ഓടിയാലും എന്തെല്ലാം ചെയ്താലും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ഈ അടുത്ത കാലത്ത് കടന്നുപോയ കൊറോണയും ആ സമയത്ത് മരിച്ചവരും നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മുടെ മലയാളം കുർബാനയിൽ ഏകദേശം 15 തവണയാണ് ആരാധന എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാണ്ട് 16 തവണ ബലി എന്ന വാക്കും. ബലിയും ആരാധനയും ഒന്നിച്ചു പോകുന്ന ഈ നിമിഷങ്ങളിൽ ശ്രദ്ധയോടുകൂടി നമുക്ക് ഈ വീഡിയോ കേൾക്കാം. എങ്ങനെ നാം ശ്രദ്ധയോടുകൂടി നിന്നു കഴിഞ്ഞാൽ, ആലോചനയിലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വചനം ഹൃദയത്തിൽ കൂടി കടത്തിവിടാൻ സാധിക്കുമെന്ന് നമുക്ക് ധ്യാനിക്കാം. അന്നാ പെസഹ തിരുനാളിൽ എന്ന പാട്ട് പാടുമ്പോൾ തന്നെ ലൂക്കാ 22:14 മുതൽ ഈശോ അനുഭവിക്കുന്ന പീഡകളും ഗത്സമൻ തോട്ടവും അന്ത്യത്താഴവും നമുക്ക് കാണാം. മർക്കോസ് 14-ലും അത് തന്നെയാണ് പറയുന്നത്. ലൂക്ക 4:8 പറയുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി നിങ്ങൾ ആരാധിക്കണം. പൂർണ്ണമായ ശക്തിയോടുകൂടി ആരാധിക്കുന്ന ഒറ്റ ഒരു ആരാധനയുള്ളൂ. അത് ബലിയും ആരാധനയും ഒന്നു തന്നെയാണ്. അതാണ് വിശുദ്ധ കുർബാന. ബലിവസ്തുവും ബലിയർപ്പകനും ഒന്നായിത്തീരുന്ന ഈ നിമിഷങ്ങളിൽ തന്റെ എന്നേക്കുമുള്ള ഏകബലിയാൽ ജനങ്ങളെ മുഴുവൻ രക്ഷിച്ച ഹെബ്രായർ 10:10 പറയുന്ന എന്നേക്കുമുള്ള ഏകബലിയാൽ അവൻ നമുക്ക് വേണ്ടി
പാപപരിഹാര ബലിയായി. അവൻ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലി ഉണ്ട്. 1 യോഹന്നാൻ 2:2. നടന്നു വരുന്ന ഈശോയെ കണ്ടുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നീ അവനൊരു പേരിടണം, അവനെ യേശു എന്ന് വിളിക്കണം. അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മത്തായി 1:21. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ മായ്ക്കുവാനായി വന്ന ആ ഈശോ അന്ന് പെസഹ തിരുനാളിൽ നാം പാടുമ്പോൾ 2 3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 18:19 ഓർക്കണം. നിങ്ങൾ എപ്പോഴെല്ലാം എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അപ്പോഴെല്ലാം ഈ ബലി അർപ്പിക്കണം എന്ന് യേശുവിൻ്റെ കൽപ്പന ഓർത്തുകൊണ്ട് യോഹന്നാൻ 13:34 പറയുന്ന ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അപ്പം മുറിച്ചു നൽകിയ ഈശോയെ ഓർത്തുകൊണ്ട് നമുക്ക് 2ാം ഭാഗത്തേക്ക് വരാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ മാലാഖമാരെ നമുക്ക് കാണാം. പാവപ്പെട്ട ആട്ടിടയന്മാർക്ക് ഇതാ യൂദയാടെ മലഞ്ചെരുവിൽ തണുപ്പത്തുറങ്ങുന്നവരുടെ അടുത്ത് വന്ന് മാലാഖ പറയുകയാണ്, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ യൂദയായിൽ ജനിച്ചിരിക്കുന്നു. അവനെ കണ്ടെത്തുവാനുള്ള അടയാളം ഇതാ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഒരു കുഞ്ഞിനെ കാണാം. അവർ വിശ്വസിച്ചു. അവർ തണുപ്പത്ത് പോയി, കണ്ടു, വിശ്വസിച്ചു, ആരാധിച്ചു. ഹെബ്രായർ 11:6. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് മുന്നോട്ട് നമ്മൾ വരുമ്പോൾ സർവാധിപനാം കർത്താവ് എന്ന് നമ്മൾ പാടുമ്പോൾ സർവത്തിന്റെ അധിപനും സൃഷ്ടാവുമായ ദൈവത്തെ കൊളോഷ്യൻസ് 1:16 പറയുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം അവൻ മൂലം സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് അധികാരങ്ങളും പ്രഭുത്വങ്ങളും സാമ്രാജ്യത്വങ്ങളും എല്ലാം അവനു വേണ്ടി അവൻ സൃഷ്ടിച്ചു. ഈ നിമിഷങ്ങളിൽ നമുക്ക് ലോകരാഷ്ട്രങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അതിൻ്റെ നേതാക്കന്മാരെ സമർപ്പിക്കാം. ഈ വചനത്തിൻ്റെ ആ പ്രൊഫറ്റിക് ഇന്റർസെഷൻ വെച്ച് നമുക്ക് നമ്മളോട് പൊരുതി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും നമ്മുടെ മേലധികാരികളും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇതിനുശേഷം നാം കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 146, 145, 144, 35 നാം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ കാലങ്ങളിൽ മാറി വരുന്ന ഉയർപ്പ് കാലം, സ്ലീഹാക്കാലം, ആ കാലങ്ങളിലും നമ്മൾ കർത്താവിന് പ്രത്യേകമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. നല്ല കാലാവസ്ഥയ്ക്കും ലോകസമാധാനത്തിനും വേണ്ടി കാറോസുസ പ്രാർത്ഥനകളിലൂടെ ഇതാ ശുശ്രൂഷി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നാം വരുന്നത് കർത്തൃ പ്രാർത്ഥനയിലാണ്. യേശു തന്നെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെ 7 കാര്യങ്ങൾ ദൈവം പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നാം ഓർക്കുക. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന കണ്ടീഷണൽ ക്ലോസിൽ ആരെങ്കിലും നിന്റെ മനസ്സിൽ നീ മൂലം വേദനിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൃദയം കൊണ്ടെങ്കിലും ഈ വിശുദ്ധ ബലിയിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അതിനുശേഷം ഇതാ ദൈവവചന ശുശ്രൂഷയാണ്. വചനമാകുന്ന ദൈവം വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, അവന്റെ പേര് ദൈവവചനമെന്നാണ്. അവൻ മാറത്ത് പൊൻകച്ചണിഞ്ഞിരിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാൻ 1:1. ഓരോ വചനവും നിന്റെ ഹൃദയത്തെ കീറി മുറിക്കട്ടെ. ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധം കീറി മുറിക്കുന്നതാകാൻ ഹെബ്രായർ 4:12 ഉപകരിക്കട്ടെ. അതുകൂടാതെ ഓരോ ദിവസവും മിനിമം 2 വായനയെങ്കിലും ഉണ്ട്. ആ വായനയിലുള്ള വചനങ്ങൾ ഓർത്തിരിക്കുക. അറ്റ്ലീസ്റ്റ് പിറ്റേ ദിവസം വരുന്നത് വരെ ആ വചനത്തെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ ഹൃദയത്തിൽ വചനം സ്വീകരിച്ചതുപോലെ അവിടെ ആ വചനങ്ങൾ നിൽക്കട്ടെ. അവ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കട്ടെ. ശ്രദ്ധയോടുകൂടി ആയിരിക്കുവിൻ. യേശു എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. യേശു പലപ്പോഴും പറയുന്ന ഒരു വചനമാണ്, ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കാം. കാറോസുസ പ്രാർത്ഥനകൾക്ക് ശേഷം ഇതാ വൈദികൻ നമുക്ക് സമാധാനം നൽകുന്നു. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല. വൈദികനിലൂടെ ലഭിക്കുന്ന സമാധാനം സ്വീകരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ. സർവശക്തനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ 12 സഭയുടെ പഠിപ്പിച്ചിട്ടുള്ള സത്യങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടി ഊട്ടുറപ്പിക്കാം, വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. സമാധാനത്തിന് ശേഷം ഇതാ ഈശോയെ അപ്പവും വീഞ്ഞും ഉയർത്തുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും വേദനകളും കുടുംബത്തിലെ അംഗങ്ങളും മാറാത്ത രോഗങ്ങളും എല്ലാം സമർപ്പിക്കാം. രോഗം പിടിച്ച് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കാം. ആരോഗ്യമുള്ള ശരീരം ഈശോ തിരിച്ച് ഈശോയുടെ ശരീരം നമുക്ക് തിരിച്ചു തരും.
സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ മേഖലകളെ കർത്താവിലേക്ക് സമർപ്പിക്കുക. അനുസരണയില്ലാത്ത മക്കളെ ഓർത്തുള്ള വേദനകൾ കർത്താവിലേക്ക് സമർപ്പിക്കുക. അവിടുന്ന് അത് തിരിച്ച് നമുക്കത് മഹത്വപ്പെടുത്തി ആശീർവദിച്ച് വാഴ്ത്തി തിരിച്ചു തരും. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം പരിശുദ്ധ അമ്മയെയും ഔസേപിതാവിനെയും പൂർവ്വപിതാക്കന്മാരായ അബ്രാഹാം, ഇസാക്ക്, യാക്കോബ്, ഡാനിയൽ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റീഫൻ, എല്ലാവരെയും നമുക്ക് ഓർക്കാൻ പറ്റുന്ന എല്ലാ വിശുദ്ധരെയും വേഗം 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 ഓർക്കാം. ഹെബ്രായർ 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുള്ള ഒരു വലിയ സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങളും പാപങ്ങളും മാറ്റിവെച്ച് നമ്മുടെ മുമ്പേ പോകുന്ന യേശുവിനെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ ഓട്ടം ഓടി തീർക്കാം. ഈ ഓട്ടത്തിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. റോമർ 12:1 നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ ബലിയായി അർപ്പിക്കുവിൻ. ആ ബലിയാണ് കർത്താവിന് വേണ്ടത്. അശുദ്ധമായ ശരീരത്തോടു കൂടി പ്രാർത്ഥനയിലാകാതിരിക്കുക. ആത്മാവിനും സത്യത്തിനും ദൈവത്തെ ആരാധിക്കുന്നവരായി ഹൃദയം തുറന്ന് അതരം തുറന്ന് നമുക്ക് പ്രാർത്ഥനകൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം. ലോകം മുഴുവൻ നീ ഓടണ്ട. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇതാ. നിന്റെ അൾത്താരയുടെ കീഴെ കൂടി ഒരു ചെറിയ നദി ഒഴുകി വരുന്നു. എസെക്കിയേൽ 47:1 ആ ജലത്തിലേക്ക് നീ ഇറങ്ങുക. അങ്ങനെ നീ ഇറങ്ങി ജ്ഞാനം 6:10 പറയുന്നത് പോലെ വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്ത് നീ വിശുദ്ധിയുള്ളവനായിത്തീരും. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇതാ വലിയൊരു ദർശനത്തിലേക്ക് നമുക്ക് പോകാം. വെളിപാട് 1:8 ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് ഇതാ ശ്രേഷ്ഠന്മാർ കുമ്പിട്ട് നിലം പറ്റക്കിടന്ന് ആരാധിക്കുന്ന വെളിപാട് 7:17 അറക്കപ്പെട്ട കുഞ്ഞാട്, കൊല്ലപ്പെട്ടിട്ടും മരിക്കാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ നമുക്ക് കാണാം. ദൈവവചനമാകുന്ന കുഞ്ഞാടിനെ. ആ കുഞ്ഞാടിത നമുക്കായി മുറിയപ്പെട്ട് നൽകപ്പെടുന്നു. ഇത് ലോകത്തിന്റെ പാപത്തിനു വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. മത്തായി 26:28. പ്രിയപ്പെട്ടവരെ, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാവുന്നു എന്ന് യോഹന്നാൻ 6:55 പറഞ്ഞിട്ട്, അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ എന്ന് മത്തായി 6:11 പറഞ്ഞിട്ട്, ആ അന്നു വേണ്ട ആഹാരം ഈ യേശുവിൻ്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് സ്വീകരിക്കാതെ ആണ്ടിലൊരിക്കൽ പോയാൽ മതി, ഞായറാഴ്ച പോയാൽ മതി, വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതി എന്ന് പറയാൻ നിനക്ക് എന്ത് അധികാരം? ഈ അന്നു വേണ്ട ആഹാരം എന്നും നീ കഴിച്ച് ആരോഗ്യത്തിൽ വളരുവാൻ, ആത്മാവിലും സത്യത്തിലും ജീവനിലും വളരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനെ ഡയലൂട്ട് ചെയ്യുവാൻ നിനക്ക് എവിടെയാണ് അധികാരം? കർത്താവിൻ്റെ വചനമാണ് ബെഞ്ച് മാർക്ക്. ഓരോ വ്യക്തികളും ഓരോരുത്തരും പറയുന്ന ഐഡിയോളജി അല്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നാം നീങ്ങുന്നത് കറോസിസ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾക്ക് മുമ്പായിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ബലഹീനമായ എൻ്റെ പ്രകൃതിയെ നിന്റെ ശക്തമായ കരത്താൽ ശത്രുക്കളെ പരാജിതരാക്കി കർത്താവ് നമുക്ക് നൽകിയ എല്ലാ കാര്യത്തിനും നന്ദിയുള്ളവരായിരിക്കാം. സങ്കീർത്തനം 101 അവിടുത്തെ അങ്കണത്തിലേക്ക് സ്തുതിഗീതങ്ങളോടെ കടന്നു പോകാം. ദൈവം നമുക്ക് നൽകിയ ഓരോ കാര്യവും, ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം പുതിയതാണ്. ലമന്റേഷൻസ് 3:22 ഇന്നേ ദിവസം എത്രയോ മക്കൾ കടന്നുപോയി, ഇന്നേ ദിവസം കാണുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഓരോ ബലിപീഠത്തിലും നമ്മുടെ ചുറ്റും കുറേയധികം ആളുകൾ വന്ന് നിൽപ്പുണ്ട്. അത് സഭയുടെ 3 വിഭാഗക്കാരാണ്. ഒന്ന്, ഇനിയും വിശുദ്ധിയുടെ പൂർണ്ണത എത്താത്ത നമ്മുടെ പൂർവികർ, നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമുക്ക് വിശുദ്ധ കുർബാനയും ആദ്യ കുർബാനയും മാമോദീസയും വിവാഹവും എല്ലാം നടത്തിത്തന്ന വൈദികർ, സിസ്റ്റേഴ്സ് എല്ലാം മരിച്ചുപോയവർ, അവരെല്ലാം ശുദ്ധീകരണ ആത്മാക്കൾ ബലിപീഠത്തിന് ചുറ്റും കാത്തു നിൽക്കുകയാണ്. ഈ എൻ്റെ മകൻ എന്നെ ഓർക്കുമോ? ഈ എൻ്റെ മകൻ എൻ്റെ ബലിയിൽ എന്നെ ഓർക്കുമോ? ഈ എൻ്റെ മകൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമോ എന്ന്. എല്ലാ വിശുദ്ധന്മാരെയും നമുക്ക് ഓർക്കാം. എല്ലാ അപ്പസ്തോലന്മാരെയും ലീഗന്മാരെയും നമുക്ക് മുമ്പേ കടന്നുപോയവരെല്ലാവരും ഇന്ന് വിശുദ്ധരാണ്. പേര് പറയാത്ത ആ വിശുദ്ധരെല്ലാവരും, അജാത ശിശുക്കളായ ഗർഭത്തിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു പോയ കുഞ്ഞുങ്ങളെല്ലാം മുത്തുമണികൾ പോലെ യേശുവിൻ്റെ ശരീരത്തിലെ വെള്ള ഉടുപ്പിൽ പറ്റിപ്പറ്റിയിരിക്കുന്ന മഞ്ചാടിക്കുരു പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സകല മനുഷ്യരുടെയും കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ജെറമ്യ 32:27. ലോകം മുഴുവൻ വേണ്ടിയും നാം പ്രാർത്ഥിക്കുകയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾക്ക് ശേഷം
നാം പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. ധാരാളം വചനങ്ങൾ വേഗം വേഗം ഫാസ്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ കൂടെ കടത്തിവിടാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും. അതിന് നാം വചനം അറിഞ്ഞിരിക്കണം. ലൂക്ക 4:1, ലൂക്ക 3:21, ലൂക്ക 1:26, 1:28, 1:35, 1:38, 1:42, 2:13, 2:31. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:4, 1:8, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:4, 2:8, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10:44. പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഈ വചനങ്ങൾ നാം ഇങ്ങനെ പറയുമ്പോൾ അവിടെ വെച്ച് ഈ വചനങ്ങൾ മുഴുവൻ പറയാൻ പറ്റിയില്ല. ഹൃദയത്തിലൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് ഓടിച്ചു പോകാം. മറന്നുപോയ വീട്ടിൽ വന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഒരു ദിവസം കൊണ്ടുള്ള ഒരു എക്സർസൈസ് അല്ല ഞാൻ പറഞ്ഞത്. 1 മണിക്കൂർ 2 മണിക്കൂർ ഏതെങ്കിലും വഴിയിൽ പോയിരുന്ന് കുത്തിയിരുന്ന് പരിശുദ്ധാത്മാവെ നിറയണമേ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സഭയോടൊത്ത് ഇതിന്റെ വൈദികനോടൊത്ത് ആ കൂട്ടായ്മയിൽ ആയിക്കൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ സകല മാലാഖമാരും വിശുദ്ധരും പരിശുദ്ധ അമ്മയും പിതാവായ ദൈവവും പുത്രനായ ദൈവവും ഇരിക്കുമ്പോൾ അവരുടെ സന്നിധിയിലൂടെ ഈശോ നൽകുന്ന ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാൻ വളരെ എളുപ്പമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നാം വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ഈശോയെ വീണ്ടും ഉയർത്തുകയാണ്. ഒരിക്കൽ കൂടി നമ്മൾ ഈശോയെ സ്വീകരിക്കാൻ പോകുന്നതിന് മുമ്പ് 1 കൊരിന്തോസ് 11 25, 26, 27 പറയുന്ന ആ ഭാഗങ്ങൾ നിങ്ങൾ കൂടുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നിങ്ങളിത് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കുവിൻ. തെറ്റോടുകൂടിയാണ് നിങ്ങളിത് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ പിശാചിനെ സ്വീകരിക്കുന്നവരായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് സ്വീകാര്യമായ ആരാധനയായി സമർപ്പിച്ചുകൊണ്ട് എന്നേക്കുമുള്ള ഏകബലിയായ പാപപരിഹാര ബലിയായ ഈശോ, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും. 1 യോഹന്നാൻ 2:2. ആ യേശുവിനെ കുറിച്ച് നാം ഉറക്കത്തിലും ഉണർവിലും ഓർക്കുക. പ്രിയപ്പെട്ടവരെ, നാം എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം, വിശുദ്ധ കുർബാനയിൽ പോകണമെന്ന് ഞാൻ പറയുന്നത് റോമർ 1:24 പറയുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നിട്ടും ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ അവിടുത്തെ ആരാധിക്കുകയോ ചെയ്യാത്തതിനാൽ നിന്ദ്യമായ വികാരങ്ങൾക്ക് അവിടുന്ന് അവരെ വിട്ടുകൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ കാലഘട്ടങ്ങൾ ഒന്ന് എടുക്കുക. ആ കാലഘട്ടത്തിന് മുമ്പായി കുറേ നാളെങ്കിലും നാം ആരാധനയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാകാം. ജസ്റ്റ് ഒരു ബെഞ്ച് മാർക്ക്, ഒരു ചെക്ക് പോയിന്റായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ആരെയും വിധിക്കാനല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകൾ, നമ്മുടെ മക്കളുടെ തകർച്ചകൾ, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കർത്താവ് ഇത് നമുക്ക് ചെറിയ രീതിയിൽ അനുവദിച്ചു തരുന്നതാണ്. ഒരു വേള നാം ഈശോയിലേക്ക് തിരിച്ചു വരുവാനും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. ഈ ബുദ്ധിമുട്ടിൻ്റെ കാലഘട്ടങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് റോമർ 8:28 പറയുന്നത് പോലെ തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. റോമർ 8:28. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് ശേഷം നമ്മൾ ഈശോയെ സ്വീകരിച്ചു ശാന്തമായി വന്നിരുന്ന് ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഓരോ ബലിയിലും നമുക്ക് 3 സമ്മാനങ്ങളാണ് കിട്ടുന്നത്. 1 ദൈവമായ ദൈവവചനം, 2 ദൈവമായ ഈശോയുടെ ശരീരം, 3 ദൈവത്തിൻ്റെ അമ്മ. ഈ അമ്മയെ നമ്മൾ സ്നേഹത്തോടു കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. യോഹന്നാൻ കൊടുത്തതുപോലെ അമ്മയെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമ്മുടെ പണിസ്ഥലത്തും ജോലിസ്ഥലത്തും നമ്മുടെ അടുക്കളയിലും പച്ചക്കറി അരിയുമ്പോഴും തോട്ടത്തിലും എല്ലാം ജപമാല ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം ഈ അമ്മയെ കരയോ കളങ്കമോ കൂടാതെ കൊണ്ടേൽപ്പിക്കുവാൻ എനിക്കും നിനക്കും ഉത്തരവാദിത്വമുണ്ട്. ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ബലി കഴിഞ്ഞ് വീണ്ടും ആ അമ്മയെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മുടെ ജീവിതം ധന്യമാകും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാം ഓടേണ്ട കാര്യമില്ല. നമ്മുടെ ആൾക്കാരുടെ കീഴിലേക്കൂടെ ഒഴുകി വരുന്ന ആ വിശുദ്ധിയുടെ നീർച്ചാൽ നമുക്ക് കുടിക്കാം. കൂട്ടായ്മയിലായിരിക്കാം. കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന എല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെന്നും സാത്താൻ്റെ സ്നേയേഴ്സ് ഓഫ് ദ ഫൗളർ എന്ന് പറയും, സാത്താൻ്റെ കുടില തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായി വൈദികൻ നൽകുന്ന ആശീർവാദം, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഉൽപ്പത്തി 12:3. പ്രിയപ്പെട്ടവരെ, ഓരോ ബലിയും കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാനും നീയും മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാണോ?
ഈ ബലിയും ഈ വിശുദ്ധ കുർബാനയും ഈ പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകുന്നതും ഈ വിശുദ്ധന്മാരോടുകൂടി പ്രാർത്ഥിച്ചതും എല്ലാം നിന്നെ കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനയ്ക്ക് അനുസരണമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. യോഹന്നാൻ 13:34. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് പഠിപ്പിച്ച ഈശോ ഇതാ യോഹന്നാൻ 19:23 ഒറ്റ ഉടുപ്പ് 4 പേർക്കായിട്ട് കീറിക്കൊടുക്കുന്ന ആ സ്നേഹത്തിലേക്ക് വളരാൻ നമുക്ക് പറ്റണം. അമർത്തി കുലുക്കി കൊടുക്കുവിൻ. ലൂക്ക 6:38. കർത്താവ് നിനക്ക് തിരിച്ചു തരും. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവരായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുവിൻ. സ്നേഹമില്ലാത്തവന് സ്നേഹം കൊടുക്കുവിൻ. ഒന്നുമില്ലെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കുവിൻ. ഗിവ് എ സ്മൈൽ ടു അതേഴ്സ് ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ്. മദർ തെരേസ പറയുകയാണ്. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. 1 കൊറിന്തോസ് 13:10. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നാം വളരുന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ഈ ബലികളും പ്രയോജനരഹിതമാണെന്ന് മത്തായി 25:35 മുതൽ 45 വരെ ഈശോ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്നേഹത്തിൽ വളർന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ പരിപൂർണരാകാം. മത്തായി 5:48. അതിനുള്ള കൃപ സകല മരിച്ച വിശ്വാസികളും പൂർവ്വപിതാക്കന്മാരും ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന 4,36,000 വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളോട് ചേർത്ത് രാവും പകലും നോർത്തിലും സൗത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. യോഹന്നാൻ 12:32. മരുഭൂമിയിൽ ഉയർത്തിയ ആ പിത്തള സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. വേറെ ഒന്നും ചെയ്യണ്ട, ഒന്ന് നോക്കിയാൽ മാത്രം മതി. പ്രിയപ്പെട്ടവരെ, അത്രയും ശക്തമായ ദൈവത്തെ നമ്മുടെ ഇടവകയിൽ ഉയർത്തിയിട്ട് നമുക്ക് നേരമില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താ ഞാൻ പറയേണ്ടത്? ഈശോ തന്നെ നമ്മളെ വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ നയിക്കട്ടെ. അതിനുള്ള കൃപ പരിശുദ്ധ അമ്മയും ഔഷപിതാവും നമ്മുടെ ഇടവും മധ്യസ്ഥനും സകല മാലാഖമാരും സകല പൂർവീകരും നൽകട്ടെ. നമ്മുടെ പാപങ്ങളും കടങ്ങളും കഴുകപ്പെടട്ടെ. നമ്മൾ ഫലം നൽകുന്ന വൃക്ഷങ്ങളാകട്ടെ. എൻ്റെ പിതാവ് കൃഷിക്കാരന് നിങ്ങൾ മുന്തിരിവള്ളികളുമാണ്. മുന്തിരിവള്ളികൾ കൂടുതൽ വെട്ടിയൊരുക്കി ഫലം നൽകുന്ന അവസ്ഥയിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.